ജംഗ്ഷനിൽ നിന്ന് മെയിൻ റോഡ് തന്നെ ഇങ്ങ് പോരുക. ഓരോരുത്തർ ഇവിടെ ഉണ്ട് കേട്ടോ പട്ടി വളർത്തലൊക്കെ. ഓരോ പട്ടിയും കൊണ്ട് റോഡിലേക്ക് തന്നെ. പഴയ രീതിയിലുള്ള കെട്ടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പുതിയ രീതിയിലുള്ള കെട്ടങ്ങളും അതുണ്ട്. ഇതൊക്കെ കുറേ പഴയതുണ്ട്, കുറേ പുതിയതുണ്ടെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ നിറച്ചും പഴയതാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുമ്പോട്ട് നടന്നു പോകാം. റാം റെസിഡൻസ് സിറ്റി ഓഫ് എച്ച് കഴിക്കാൻ ഒരു ഹോട്ടലായി. ബിസിനസ് ക്ലാസ് ഹോട്ടൽ. ആഹാ, അടിപൊളി. ഇതേ കാണിയാണ് ബസ് സ്റ്റാൻഡെന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെയാണ് ഇവിടെ നിന്ന് നേരത്തെ കഴിച്ചിട്ടുണ്ടാവും പ്രാവശ്യം കരൂർ വന്നപ്പോൾ. അത് തന്നെയായിരിക്കും ആ ഹോട്ടൽ. അപ്പം ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണല്ലോ. അതിൽ നോക്കാം. ഇടയ്ക്ക് റൂമിലൊന്ന് പോകണം. ഇവിടെ എവിടെയോ ആണ് റൂമെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. ജസ്റ്റ് ഇനി വിളിച്ച് ചോദിക്കേണ്ടി വരും മിക്കവാറും. നേരത്തെ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞില്ല. അത് ഈ വള്ളുവർ എന്നുള്ള റെസ്റ്റോറൻറ്റാണ്. വള്ളുവർ വെജ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് തിരിയാണ്. നമ്മൾ നോക്കി നടന്ന ബസ് സ്റ്റാൻഡ് ഇതാണ്. അത്ര വലിയ ബസ് സ്റ്റാൻഡൊന്നുമില്ല അവിടുത്തേത്. പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ്. അടുത്ത ജംഗ്ഷനിലേക്ക് എത്തില്ല. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ജംഗ്ഷൻ. കുറച്ച് നേരം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടക്കണം. എൻ്റെ ഇടയ്ക്ക് ഇവിടെ എവിടെയോ റൂമുണ്ട്. റൂമിൽ പോകണം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് കാഴ്ചകളിലേക്ക്. ഏതായാലും ഇന്ന് വൈകുന്നേരം ആവുന്നേരം ഇവിടെ തന്നെയാണ്. അപ്പോൾ അത് നോക്കാം. ബസ് സ്റ്റാൻഡ് അത്ര ചെറുതൊന്നുമില്ല കേട്ടോ. ന്യായമായ ബസ്സുകളിലൂടെ കിടപ്പുണ്ട്. ഞാനേതായാലും ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് കയറി. KGM ട്രാവൽസ് എന്ന് പറഞ്ഞൊരു അവിടാന്ന് തോന്നുന്നു എനിക്ക് ഹോട്ടൽ. ഏതായാലും പോയി നോക്കാം. ആനന്ദാലോട്ട് ശക്തി ഹൗസ് ലോഡ്ജ്. ഈ ശക്തി ഹൗസ് ലോഡ്ജാണ് നമ്മുടെ മുറിയിലേക്ക് എടുത്തേക്കണേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം. ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കാം. ബസ് സ്റ്റാൻഡിനോട് ചേർന്നൊരു വലിയ ജംഗ്ഷനാണ്. സൈഡിലേക്ക് ആണെന്ന് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എനിക്ക് കാണാൻ പാടില്ല. ഏതായാലും വലത്തോട്ട് പോവാം. ടൗണിൻ്റെ റോഡുകളിലേക്ക് ഒരു വീതി ഉണ്ടോ? എന്ത് വീതിയെന്നൊക്കെ. ഹോട്ടൽ പെറീസ് വെജ് റെസ്റ്റോറൻറ്റ് സിൻസ് 1977. നോക്കാം അതൊക്കെ. അപ്പോൾ കുറച്ചെങ്ങോട്ടായി നമുക്ക് നടക്കാം. അതായത് ഒരു അരമണിക്കൂറാണ് നടക്കാനുണ്ട് എനിക്ക്. കുറച്ച് നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. ഈ ഒരു ഹോട്ടലിൻ്റെ പേര് എന്താ? കൊക്കരക്കോ. മിക്കവാറും മലയാളികളുടെ ആയിരിക്കും. കൊക്കരക്കോ അതുപോലത്തെ പേരൊക്കെ നമ്മളെ മലയാളികളുടെ ഇടമുള്ളൂ. തൊട്ടുചേർന്ന് തന്നെ ഈ ജൈവ ഉളവകം KS മെസ് എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് പിന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അത് മതി. കരൂർ എന്ന് പറഞ്ഞ ഈ ടൗണ് ശരിക്കും അമരാവതി, നോയൽ, അതുപോലെ നമ്മുടെ കാവേരി എന്നിങ്ങനെ 3 നദികളുടെ തീരത്തായിട്ടാണ് ഈ കരൂരിനെ ചുറ്റിപ്പറ്റി ഈ 3 നദികൾ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 2021 ഏകദേശം ഒരു കണക്ക് പ്രകാരം 3,58,000 പേരാണ് ഈ കരൂർ സിറ്റിയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ. 58,000 പേരാണ്. എനിക്ക് നോക്കിയാൽ തന്നെ ഹൈ ക്ലാസ് വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടോന്നോ എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക്. അല്ലാത്തൊക്കെ ചിലപ്പോൾ വളരെ മോശമായിരിക്കും. ഞാൻ ആദ്യം കാണിച്ച വള്ളുവർ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും. പക്ഷെ അത്
വെരി ഹൈ ക്ലാസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ടൗണിൽ കൂടെ ഇങ്ങനെ ഞാൻ ടൗണിലെ കാഴ്ചകളുണ്ട് ഇഷ്ടം പോലെ. ആദ്യമായിട്ടാണ് ഞാൻ കരൂർ ഉള്ള സ്ഥലത്ത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നടക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നല്ല രസമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7:15 മണിയായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ടൗണൊക്കെ ഏകദേശം ഇതായി കഴിഞ്ഞു, നല്ല തിരക്ക് ആയി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിനേക്കാളൊക്കെ ഒരുപാട് ഫാസ്റ്റായിട്ടോ തമിഴ്നാട്. ആൾക്കാരെ കാലത്ത് നിന്നിട്ട് സ്കൂളിലേക്കും ജോലിക്കുമൊക്കെ പോയി തുടങ്ങി. എനിക്കൊരു സൂപ്പർ ഫാസ്റ്റ് സിറ്റി തന്നെ കേട്ടോ. അടിപൊളി സിറ്റിയാണ്. ഇവിടെ എറണാകുളമൊക്കെ മാറി. പിന്നെ ആ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ കുറേ കൂടെ നടക്കുക. റോഡിൽ കൂടെ നടക്കാൻ തന്നെ ഒരു നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് ഫുട്പാത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ടൗണിലെ കാഴ്ചകൾ അത്ര സുഖമാവില്ല. അവിടെ ഫ്ലൈ ഓവർ അടിപൊളിയായിട്ട് തന്നെയാണ് തമിഴ്നാട്ടുകാർ ചെയ്തേക്കണം. ഇത് മോഡിൽ കാണാനായിരിക്കും, ഇതായിരിക്കും ഈ ഫ്രണ്ടിൽ കാണുന്നതായിരിക്കും മിക്കവാറും കരൂരിലെ ഏറ്റവും മെയിൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ തിരിയുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലൈ ഓവർ ഉണ്ടോ, ഫ്ലൈ ഓവറൊക്കെ എത്ര കൃത്യമായിട്ട് എത്ര സ്റ്റൈലായിട്ടാണ് വന്നിട്ട് വളരെ നല്ല മുൻവിധിയോട് കൂടിയിട്ടുള്ള പണിയാണ്. എല്ലാം മുൻകൂട്ടി കണ്ടുള്ള പണിയാണ് ഇവിടെ. നമുക്കാണ് ഈ ഒരു സ്റ്റൈലിലേക്ക് എത്താത്തത്. ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഏതാണ്ട് ഒരു 20-25 കൊല്ലമെങ്കിലും മുമ്പിൽ കണ്ടാണ് ഇപ്പോൾ ടൗണൊക്കെ പ്ലാൻ ചെയ്യണത്. അതിൽ ഇത് വലിയ ജംഗ്ഷനാണ്. നാമക്കൽ റൈറ്റിലേക്കാണ്, സേലം റൈറ്റാണ്. അതുപോലെ ഈ റോഡ് നേരെ പോകണം, തിരുപ്പൂർ നേരെ പോകണം, കോയമ്പത്തൂർ നേരെ പോകണം, ദിണ്ടുകല്ല് മധുരയൊക്കെ ലെഫ്റ്റിലേക്ക് പോകണം. പ്രൈവറ്റ് ബസ്സാണ്. തോന്നുന്നു മിക്കവാറും ഇത് തന്നെയായിരിക്കും കരൂരിലെ ഏറ്റവും മെയിൻ ജംഗ്ഷനുകളിലൊന്ന്. ഇവിടെ ഒരു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും ഒരു 3-4 കൊല്ലം മുമ്പ് വരെ. അതൊക്കെ അത്ര കറക്റ്റായിട്ട് ഒരു ഒറ്റ ഒരേ ഒരു ഫ്ലൈ ഓവർ. സിഗ്നലും ഉണ്ടോ ഇവിടെ. നേരെ പോയ കോയമ്പത്തൂരിനാണ്. ഇത് നാമക്കൽ സൈഡിലേക്ക് പോകുന്ന എണ്ണമാണ്. ഈ റോഡ് നാമക്കലൊക്കെ റൈറ്റിലേക്കാണെന്നാണ് എഴുതി വെച്ചത്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. 2 സൈഡിൽ ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. എന്തൊരു വീതിയാന്ന് നോക്കി, റോഡിനൊക്കെ എന്തൊരു വീതിയാന്ന് നോക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലമെടുപ്പ് അത്ര കൃത്യമാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒന്നും വിഷയമല്ല. ഉണ്ടോ, കൊച്ചി 343 കിലോമീറ്റർ, കോയമ്പത്തൂർ 127 കിലോമീറ്റർ, മേട്ടുപ്പാളയം 163 കിലോമീറ്റർ, ഊട്ടി 213 കിലോമീറ്റർ. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഈ റോഡ് നേരെ പോയ തിരുപ്പൂർ. അപ്പോൾ ഇത് നമ്മളങ്ങനെ ടൗണിൻ്റെ ഏതാണ്ട് ഒരു അറ്റത്തെത്തിയതാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് നഗര കാഴ്ചകളൊക്കെ ഏതാണ്ട് തീർന്നു തുടങ്ങി. നമുക്കിനി ഏതായാലും തിരിച്ച് ഇങ്ങോട്ട് നടക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ബസ് പിടിച്ച് വാങ്ങി. ഇപ്പോൾ ഏതായാലും നമ്മുടെ സമയം നടപ്പിൻ്റെ കഴിഞ്ഞു. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ദിവസം കാണാം. ഗുഡ് ബൈ.